25 വർഷത്തോളം തരിശായി കിടന്നിടത്ത് കൃഷി ചെയ്ത തണ്ണിമത്തൻ വിളവെടുത്തു. അയിലക്കാട് തേരേറ്റ് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് വിളവെടുപ്പ് നടന്നത്. എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ 17-ാം വാർഡ് അയിലക്കാട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് താഴ്ഭാഗം തേരേറ്റ് കായലിനോട് ചേർന്ന് കിടക്കുന്ന പള്ളശ്ശേരി ശിവന്റെ 60 സെന്റ് സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. തരിശായി കിടന്നിരുന്ന ഈ സ്ഥലമാണ് കുഞ്ഞൻ ചേരുങ്ങൽ, ശാന്ത തലേക്കര, സുധ പടിക്കപ്പറമ്പിൽ എന്നിവർ ചേർന്ന് കൃഷിയോഗ്യമാക്കിയ സ്ഥലത്ത് തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തിയത്. കിരൺ എന്ന ഇനം തണ്ണിമത്തനാണ് കൃഷി ചെയ്ത് വിളവെടുത്തത്. കൃഷിയുടെ വിളവെടുപ്പ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരന്റെ അധ്യക്ഷതയിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ നിർവഹിച്ചു. ഇവിടെ ഒരുപാട് സ്ഥലം ഇങ്ങനെ നേരെയാക്കിയിട്ട് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇത് നമ്മൾ 1-2 കൊല്ലങ്ങളായിട്ട് വിജയിച്ചൊരു പ്രവർത്തനമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് തൊഴിലാളികളും കുഞ്ഞേട്ടനും കൂടി ഇത് ചെയ്തത്. ഏതായാലും വിളവെടുപ്പ് വളരെ ഗംഭീരമാവുമെന്ന് നമുക്ക് അന്നേ അറിയായിരുന്നു. കൊല്ലമ്പിൽ ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് ലോഡ് കണക്കിന് നമ്മൾ കയറ്റി അയച്ചതാണ്. ആ ഒരു മാതൃക നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കൃഷിഭവനും പഞ്ചായത്തും കൂടി കുറേ നൂതന പദ്ധതികൾ കൊണ്ടുവന്നതിൽ ഒന്നാണിത്. ഏതായാലും നല്ലൊരു വിളവെടുപ്പാവട്ടെ. ഇത് ഉണ്ടാക്കിയ കർഷകർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവട്ടെ. നല്ല സാധനം തിന്നാൻ ഈ അയിലക്കാട്ടുകാർക്കും എടപ്പാൾ പഞ്ചായത്തിനകത്തുള്ളവർക്കും ഇതിനാലെ കഴിഞ്ഞു. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു മെച്ചം. ഈ നോമ്പൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ച ചക്കരമത്ത എന്ന് പറഞ്ഞാൽ കഴിക്കാന്ന് മാത്രമേ ഉള്ളൂ, വെയിലുണ്ട് ചൂടുണ്ട്, അല്ലാതെ. കൃഷി ഓഫീസർ സുരേന്ദ്രൻ MP പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ പദ്ധതി പ്രകാരം സബ്സിഡി നൽകിയാണ് കൃഷി. ചടങ്ങിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഫീൽഡ് അസിസ്റ്റന്റ് ജ്യോതി, വാർഡ് മെമ്പർ ജനത മനോഹരൻ, കാർഷിക വികസന സമിതി അംഗം മോഹനൻ TP, കുഞ്ഞൻ ചേരുങ്ങൽ, ദേവിദാസൻ, ശാന്ത തലേക്കര, സുധ പടിക്കപ്പറമ്പിൽ, റീന പുതുപ്പറമ്പിൽ, പ്രഭിത ചേരുങ്ങൽ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ.